ഹലോ, അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാനിതാ വന്നിട്ടുള്ളത് ഒരു നല്ല പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാനിലോട്ട് ഞാനിതാ കുറച്ച് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 2 കഷ്ണം പട്ട, ഒരു 3-4 കറാമ്പൂ, ഒരു 2 ഏലക്കയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ സവാള. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നുണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റുന്ന സമയത്ത് ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിച്ച പനീർ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത പനീറാണ്. അപ്പോൾ ആ ഒരു പനീറിന് ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ ഇവിടുന്ന് പുറത്ത് വാങ്ങുമ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പനീർ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ പനീർ ഉണ്ടാക്കുന്നതിൽ വലിയ കഥയുണ്ട്. ഒരു 4-5 വർഷമായി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പനീർ ഉണ്ടാക്കിയത് പാൽപ്പാട കൊണ്ടാണ്. അധികം പാൽപ്പാട കൊണ്ട് നെയ്യല്ല ഉണ്ടാക്കുന്നത്. നെയ്യ് ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ ഞാൻ പാൽപ്പാടെല്ലാം എടുത്ത് വെച്ചത്. പക്ഷേ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം പനീറാണ്. അപ്പോൾ പിന്നെ എന്തിന് വെറുതെ അതിലേക്ക് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് നെയ്യ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നത്, പനീറും വാങ്ങാൻ കിട്ടും. പക്ഷേ അതിന് നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതിനെ കൊണ്ട് പനീർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അധികവും ഞാൻ പനീർ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് എടുത്ത് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ എപ്പോഴും പനീർ ഉണ്ടാക്കും. പറഞ്ഞു വന്നപ്പോൾ നമ്മളിവിടെ മസാലയെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാം, ഞാൻ തക്കാളി ഇതുപോലെ വേവിച്ച് വെച്ചതാണ്. കുറച്ച് കൂടുതൽ തന്നെ തക്കാളി വാങ്ങിച്ചപ്പോൾ അത് കേട് വരുന്നതെന്ന് വിചാരിച്ചപ്പോൾ എടുത്ത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ, ബോക്സിലാക്കിയത്. അപ്പോൾ പിന്നെ കുറച്ച് സ്ഥലമല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതാ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതൊരു മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചതുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പച്ചനെ ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സാക്കി അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് തെളിയുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ ബട്ടർ ഉപയോഗിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ യൂസ് ആക്കാം. അപ്പോൾ നമ്മൾ ഓരോ കറികൾ ഉണ്ടാക്കുമ്പം അതിന് എന്തെങ്കിലുമായിട്ടൊരു സ്റ്റോറി ഉണ്ടാവും അല്ലേ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടെ തിക്കാവാൻ വേണ്ടിയിട്ടും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട്, ഒരു 10 പീസോളം കാഷ്നട്ട് ഒന്ന് പൊടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് പൊടിച്ച് പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പനീർ ചേർക്കാനുള്ള ടൈമായി. അപ്പോൾ ഈ ഒരു പനീർ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഷേപ്പ് പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഓക്കെ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മസാലയൊക്കെ പനീർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ മസാലയൊക്കെ പനീറിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിത് പനീർ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങി നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു ഉപ്പ് പിടിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ പനീർ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ട് പേസ്റ്റ്, പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം കട്ടി വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സാക്കിയ ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തിയാണ് ഇടുന്നത്. ഒരു നുള്ള് കസൂരി മേത്തി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് പൊറോട്ട ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇതാ വാങ്ങിയ നമ്മൾ ഷോപ്പിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊറോട്ടയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പനീർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.